എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ത്രികോണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ത്രികോണത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രികോണത്തിന്റെ വിസ്തീർണം എങ്ങനെയാണ് കാണുക അതാണല്ലോ പറഞ്ഞത്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം കൊണ്ട് തുടങ്ങാം. 2016 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ് ഈ കാണുന്നത്. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വശങ്ങളായ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളമാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതൊരു ത്രികോണത്തിന്റെയും 2 അളവുകൾ കിട്ടിയാൽ നമുക്ക് അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഏത് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്? 1/2 BH അല്ലേ? ബേസ് ഹൈറ്റ് അഥവാ പാദവും ഉന്നതിയും കിട്ടിയാൽ എങ്ങനെയാണ് വിസ്തീർണം കാണുക എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അങ്ങനെയല്ല. ഉന്നതി ഇവിടെ കൊടുത്തിട്ടില്ല. 3 വശങ്ങളുടെ നീളമാണ് കൊടുത്തിരിക്കുന്നത്. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അപ്പോൾ ഈ ത്രികോണത്തിന്റെ വിസ്തീർണം നമ്മൾ എങ്ങനെയാണ് കാണുക? ഈ പരപ്പളവ് എങ്ങനെ കാണും? ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഇത് ഏത് തരം ത്രികോണമാണ് എന്നാണ്. ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യത്യസ്തമാണ്. അത്തരം ത്രികോണങ്ങൾക്ക് എന്താ പറയാ? അത്തരം ത്രികോണങ്ങളെ വിഷമഭുജ ത്രികോണം എന്നാണ് പറയുക. അപ്പോൾ വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെ? അതിനൊരു പ്രത്യേകമായ സൂത്രവാക്യമുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യമാണ് √S × S - A × S - B × S - C. ABC എന്താണ് എന്ന് നമുക്കറിയാം. 3 വശങ്ങളുടെ നീളമാണ് ABC. A ഒരു വശം, B മറ്റൊരു വശം, C മറ്റൊരു വശം. പക്ഷെ ഇവിടെ ഒരു S കാണുന്നുണ്ടല്ലോ, അതെന്താണ്? ആ S എന്ന് പറഞ്ഞാൽ ഈ 3 വശങ്ങളും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യയാണ് S. ഒന്നാമത്തെ വശവും രണ്ടാമത്തെ വശവും മൂന്നാമത്തെ വശവും കൂട്ടിയതിന് ശേഷം അതിനെ 2 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യ, അതാണ് S. അപ്പൊ ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കണക്ക് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് S കിട്ടണം. S എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം 5ഉം കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. 3 + 4 + 5/2 ഇത് ചെയ്ത S എന്നത് കിട്ടും. 3ഉം 4ഉം എത്രയാണ്? 7. 7ഉം 5ഉം 12. 12/2 എത്രയാണ്? വെട്ടിയാൽ 6 കിട്ടും അല്ലേ? 6 എന്നാണ് ഉത്തരം. അപ്പൊ S 6 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആ സൂത്രവാക്യം ഇവിടെ പ്രയോഗിച്ചു നോക്കാം. എന്താണ്? √S × S - A × S - B × S - C അതല്ലേ ചെയ്യേണ്ടത്? അപ്പൊ S എന്ന് പറഞ്ഞാൽ 6 ആണ്, നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നു. S - A 6 - A എത്രയാണ്? 3 ആണ്. പിന്നെ S - B 6 - B 4 അല്ലേ? യെസ്. പിന്നെയോ S - C 6 - 5. യെസ്. ഇങ്ങനെയാണിത് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്തെഴുതാം. √6 ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ നമ്മൾക്ക് ഇൻറ്റു മാർക്ക് ഇടാം. 6ൽ നിന്ന് 3 കുറച്ചാൽ 3 ഇൻറ്റു 6 - 4 2 ഇൻറ്റു 6 - 5 1. അപ്പം ഇത് ചെയ്ത് നോക്കിയാൽ എത്രയാണ്? 3 6 18. 18 ഇൻറ്റു 2 36. 36 ഇൻറ്റു 1 36 തന്നെ. യെസ്. √36. 36ന്റെ റൂട്ട് എത്രയാണ്? അത് 6 ആണ്. 6 6 36 എന്നല്ലേ?
6 എന്ന് ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? എ എന്ന ഓപ്ഷനിലുണ്ട്. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സൂത്രവാക്യം നമ്മൾ പഠിച്ചു വെക്കുക. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊരു വിഷമഭുജ ത്രികോണമെന്ന് എങ്ങനെ മനസ്സിലായത്? 3 സൈഡുകൾ കൊടുത്തിരിക്കുന്നു. അവ 3ഉം വ്യത്യസ്ത അളവുകളാണ്. 3, 4, 5. അപ്പൊ അത് കണ്ടാൽ നമുക്ക് വിഷമഭുജ ത്രികോണം എന്ന് മനസ്സിലാക്കാം. അതിന് ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലുള്ള മറ്റൊരു കണക്ക് നോക്കാം. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ 21 സെന്റിമീറ്റർ, 17 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ എങ്കിൽ വിസ്തീർണം എത്ര? ഇവിടെ ഒരു ത്രികോണത്തിന്റെ എന്നേ പറയുന്നുള്ളൂവെങ്കിലും വശങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് 3 അളവുകളാണ്. അതുകൊണ്ട് തന്നെ അതൊരു വിഷമഭുജ ത്രികോണമാണ് എന്ന് നമുക്ക് അറിയാം, നമുക്ക് മനസ്സിലാക്കാം. ആ വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള സൂത്രവാക്യം നമ്മൾ പഠിച്ചു. എന്താണത്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ എ ബി സി 3 അളവുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സൂത്രവാക്യം ഉപയോഗിക്കണമെങ്കിൽ ഇനി നമുക്ക് എസ് കിട്ടണം. എസ് എന്നൊരു വാക്ക് അതിലുണ്ടല്ലോ, ഒരക്ഷരം അതിലുണ്ട്, എസ് എന്ന. ആ എസ് കിട്ടണം. ആ എസ് എന്താണ്? അത് ഈ 3 നമ്പറുകളെയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ ആ എസ് കിട്ടും. അതായത് എസ് ഈസ് ഈക്വൽ ടു 21 പ്ലസ് 17 പ്ലസ് 10 ബൈ 2. ഇതാണ് ആ സൂത്രവാക്യം. അപ്പോൾ ഇത് ചെയ്താൽ എത്ര കിട്ടും? 21ഉം 17ഉം എത്രയാണ്? 38. 38ഉം 10ഉം 48 എന്ന് കിട്ടും. 48 ബൈ 2. അത് എത്ര കിട്ടുക? 48നെയും 2നെയും പരസ്പരം ഹരിച്ചാൽ 48നെ 2 കൊണ്ട് ഹരിച്ചാൽ 24 എന്നാണ് കിട്ടുക. 24. അപ്പോൾ 24 എസ് എന്ന് കിട്ടി. ഇനി നമുക്ക് ആ സൂത്രവാക്യം പ്രയോഗിച്ചു നോക്കാം. അതായത് എന്താണ് ആ സൂത്രവാക്യം? വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ളത് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് സി എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ? അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇവിടെ എഴുതുന്നില്ല. നമുക്ക് ഇവിടെ പ്രയോഗിച്ച് നോക്കാം. എസ് എന്നാൽ 24 എസ്. പിന്നെ എസ് മൈനസ് എ എന്ന് എഴുതണം. ബ്രാക്കറ്റിട്ട ശേഷം 24 മൈനസ് എ എത്ര? 21. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ എസ് മൈനസ് ബി ആണ്. 24 മൈനസ് 17 എസ്. പിന്നെ എസ് മൈനസ് സി ആണ്. അപ്പോൾ എസ് 24 മൈനസ് സി എത്രയാണ്? 10. ക്ലോസ്. അപ്പോൾ ഈ റൂട്ടിൻ്റെ ഇത് ഇവിടം വരെ ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്താൽ എത്ര കിട്ടും? ചെയ്ത് നോക്കാം. 24 നമുക്ക് അതുപോലെ ഇങ്ങോട്ട് എഴുതാം. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്ത് നോക്കാം. 24 ഇൻറ്റു 24 21 കുറച്ചാൽ എത്ര? 3 ഇൻറ്റു 24 17 കുറച്ചാൽ എത്രയാണ്? 7 യെസ്. ഇൻറ്റു 24 10 കുറച്ചാൽ എത്രയാണ്? 14 യെസ്. ഇനി നമുക്ക് ഇവയെ പരസ്പരം ഗുണിച്ച് നോക്കണം. അപ്പോൾ എത്ര കിട്ടും നോക്കാം. അത് 24നെയും 3നെയും തമ്മിൽ ഗുണിച്ച് നോക്കുക. ഗുണിക്കാൻ അറിയാമല്ലോ. ഗുണിക്കാൻ പഠിക്കൽ വളരെ പ്രധാനപ്പെട്ട. അത് വേഗത്തിൽ ഗുണിക്കാൻ നമ്മൾ പഠിക്കണം. അതിന് ഗുണനപ്പട്ടിക പഠിക്കണം. എന്നാൽ മാത്രമേ പരീക്ഷയിൽ നമുക്ക് വേഗത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇത് ചെയ്തു നോക്കാം. 24 ഇൻറ്റു 3 3 4 12 ബാക്കി 1 3 2 6 1 7 72. അപ്പോൾ 72 എന്ന് കിട്ടി. 24നെയും 3നെയും ഗുണിച്ചപ്പോൾ 72 എന്ന് കിട്ടി. പിന്നെ ഇൻറ്റു ആണല്ലോ, 72 ഇൻറ്റു. പിന്നെ 7നെയും 14നെയും ഗുണിക്കാം. 14 ഇൻറ്റു 7 4 7 എത്ര? 28 ബാക്കി 2 7 1 7ഉം 2ഉം 9 98. അപ്പോൾ 72 ഇൻറ്റു 98 എന്ന് കിട്ടി. ഇനി അതിനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? 72നെയും 98നെയും 72
ഇൻറ്റു 98 എത്രയാണ്? 2 8 16 ബാക്കി 1 8 7 8 56 1 57 57 കിട്ടി. ഇനി 9 2 എത്രയാണ്? 2 9 18 ബാക്കി 1 9 7 17 70 അപ്പോൾ 9 7 63 ബാക്കിയുള്ള 1 ഉണ്ട് അപ്പോൾ 64. യെസ്. ഇനി ഇതിനെ കൂട്ടി നോക്കാം. ഇവിടെ 6 നമ്മൾ ഇങ്ങോട്ട് എഴുതി. 7 8 എത്രയാണ്? 15. യെസ്. ബാക്കി 1 ഉണ്ട്. 15 ആകുമ്പോൾ 5 എഴുതി ബാക്കി 1. അപ്പോൾ 5 4 9 ബാക്കിയുള്ള 1 കൂടി കൂട്ടിയാൽ 10. 6ഉം 10 ബാക്കിയുള്ള 1 കൂടി കൂട്ടിയാൽ 7. 7056. അപ്പോൾ റൂട്ട് ഓഫ് 7056. ഇതിൻ്റെ ഈ റൂട്ട് കണ്ടെത്തിയാൽ കണക്ക് തീർന്നു. 7056ൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും? അത് ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ചിലർക്ക് വലിയ പ്രയാസമായിരിക്കാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം നോക്കാം. ഇനി ഓപ്ഷനിലേക്ക് നോക്കുക. ABCD ഓപ്ഷൻ ചോദ്യത്തിൽ കാണാമല്ലോ. അതിലൊന്ന് ബന്ധിപ്പിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ A ആകുമോ? 7056ൻ്റെ റൂട്ട് 62 ആവുമോ? അപ്പോൾ അതറിയാൻ വേണ്ടി 62നെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ഗുണിച്ച് നോക്കുക. 62 ഇൻറ്റു 62 2 2 4. ഈ 4 അവസാനം വരിക. കിട്ടുന്ന സംഖ്യയുടെ അവസാനം ഈ 4 ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, അവസാനം 4 അല്ലല്ലോ, 6 അല്ലേ? 7056 അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 62 അല്ല. 62നെ ഗുണിച്ചാൽ അവസാനത്തെ അക്കം 4 ആയിരിക്കും. അതുകൊണ്ട് 72 അല്ല. 72ന്റെ അവസാനം 2 അല്ലേ? അതുകൊണ്ട് അതിൻ്റെ അവസാനം 4 ആയിരിക്കും. ഓക്കെ. ഇനി 96 ആണോ 84 ആണോ എന്നാണ് സംശയം. 96 ആണോ 84? 96 ആവുമോ? 7056 ആണ്. ഇപ്പോൾ നമുക്കറിയാം 100 ഇൻറ്റു 100. 100ൻ്റെ സ്ക്വയർ എത്രയാണ്? 100ൻ്റെ സ്ക്വയർ 10000. 100 100 10000 അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാവുന്ന ഒരു കണക്കാണ് 10000. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു അടുത്തായിരിക്കും 96ൻ്റെ ഉണ്ടാവുക. അതുകൊണ്ട് 96 ആവാൻ സാധ്യതയല്ല. ഇത് 7056 അല്ലേ? അപ്പോൾ 3000ൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ അല്ലേ, 10000ത്തിൽ നിന്ന് ഇത്ര വ്യത്യാസം, 3000ൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 96ഉം 100ഉം തമ്മിൽ അധികം വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് 84 ആവാനാണ് സാധ്യത. അതുകൊണ്ട് 84 മാത്രം നമ്മളൊന്ന് ചെയ്ത് നോക്കുക. 84 ഇൻറ്റു 84 4 4 16 ബാക്കി 1 4 8 4 8 32 33. യെസ്. ഇനി അടുത്തത് 4 8 32 ബാക്കി 3 8 8 64 3 67. യെസ്. ഇനി ഇത് കൂട്ടി നോക്കൂ നിങ്ങൾ അല്ലേ? നമുക്ക് കൂട്ടാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കൂട്ടിയിട്ട് ഇവിടേക്ക് എഴുതാം. അവസാനം 6 ആണ്. 6 ഇവിടേക്ക് എഴുതി. 3 2 കൂട്ടിയാൽ 5 ആണ്. ഇവിടേക്ക് എഴുതി. 3ഉം 7ഉം കൂട്ടിയാൽ 10 ആണ്. ബാക്കി 1 6ഉം 7056 എന്ന് കിട്ടി. യെസ്. അപ്പോൾ 84 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ B എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ നന്നായി ശീലിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഒരു വിഷമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം എങ്ങനെയാ കാണുക നമ്മൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം എങ്ങനെ കാണാം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സമഭുജ ത്രികോണമാണ്. അതിൻ്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. 5 ആണെങ്കിൽ 3ൻ്റെതും 5 ആയിരിക്കും. ഈ സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം അഥവാ ഏരിയ, പരപ്പളവ് എങ്ങനെ കാണാം? അതിനൊരു സൂത്രവാക്യമുണ്ട്. അതാണ് ഇവിടെ ഈ കാണുന്നത്. √3/4a². √3/4a². അത് മനഃപ്പാഠമാക്കി വെക്കുക. ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു ചോദ്യം നോക്കാം. 12 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണക്കാക്കുക. 12 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം. സമഭുജ ത്രികോണമാണ്. ഒരു വശത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ്. അപ്പം ബാക്കി 2 വശങ്ങളുടെയും നീളവും 12 തന്നെ ആയിരിക്കും. അപ്പോൾ ആ ത്രികോണത്തിന്റെ വിസ്തീർണമാണ് നമ്മൾ കാണേണ്ടത്.
അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാൻ ഒരു സൂത്രവാക്യം നമ്മൾ കണ്ടു. ആ സൂത്രവാക്യം ഏതാണ്? √3/4a². അല്ലേ? ഇതാണ് സൂത്രവാക്യം. നമുക്കിതിവിടെ പ്രയോഗിച്ച് നോക്കാം. √3/4a² എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ സൈഡിന്റെ നീളമാണ്. ഒരു വശത്തിന്റെ നീളം തന്നല്ലോ, അപ്പൊ അതാണ് a² അഥവാ 12² എന്നാണ്. 12² എന്ന് പറഞ്ഞാൽ എന്താ? 12 × 12 എന്നാണ്. അപ്പൊ ഇങ്ങനെ എഴുതുക. എന്നിട്ട് നമുക്ക് ഇതിനെ വെട്ടി നോക്കാം. 4നെയും വെട്ടാം, 12നെയും വെട്ടാം. 12ൽ എത്ര 4 ഉണ്ട്? 3 4 12. യെസ്. ഇനി നമുക്ക് ഇതിനെ ഗുണിച്ച് നോക്കാം. 3 12. 3 12 എത്രയാണ്? ഗുണിക്കാൻ 12 × 3. 3 2 6. 3 1 3. 36 എന്നാണ് കിട്ടുക. അപ്പൊ 36. പിന്നെ √3 ഇവിടെ അല്ലേ, അതും കൂടി ചേർത്ത് എഴുതുക. 36√3. 36√3 ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? ദാ സി എന്ന ഓപ്ഷനിൽ കാണാം. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. അപ്പൊ ആ സൂത്രവാക്യം ഓർത്തു വെക്കുക എന്നതാണ് ഏകമാർഗം. √3/4a². √3/4a². ഇതേപോലെ മറ്റൊരു ചോദ്യം. 20 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം എത്രയാണ്? സമഭുജ ത്രികോണമാണ്, ഒരു വശത്തിന്റെ നീളം 20 ആണ്. അപ്പോൾ ബാക്കി രണ്ട് വശങ്ങളുടെ നീളവും 20 തന്നെ ആയിരിക്കും. ആ ത്രികോണത്തിന്റെ വിസ്തീർണമാണ് കാണേണ്ടത്. സൂത്രവാക്യം ഒന്നുകൂടി ഓർക്കാം. √3/4a². അല്ലേ? ഈ സൂത്രവാക്യമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ √3/4. എ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 20 ആണ്. a² ആണ്. അപ്പോൾ 20² എന്നാണ് എഴുതേണ്ടത്. 20² എന്ന് പറഞ്ഞാൽ 20 × 20 എന്നാണ്. ഇനി നമുക്ക് ഈ 4നെയും ഈ 20നെയും വെട്ടാം. 20ൽ എത്ര 4 ഉണ്ട്? 5 4 20. 5 × 20 എന്നായി. യെസ്. അപ്പം ഇനി ഗുണിച്ച് നോക്കാം. 5 × 20 എത്രയാണ്? 100 ആണ്. യെസ്. ഇവിടെ ഒരു √3 ഉണ്ടല്ലോ, ആ √3 കൂടി ഇവിടേക്ക് എഴുതുക. 100√3. 100√3. അത് ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? ഡി എന്ന ഓപ്ഷനിലാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. സൂത്രവാക്യം ഓർത്ത് വെച്ചാൽ മാത്രം മതി. സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം നമുക്ക് ഇങ്ങനെ കാണാം. ഇതുപോലെ തന്നെ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം കാണുന്നതും വളരെ ലളിതമായ ഒരു കാര്യം തന്നെയാണ്. അതിനൊരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യം പഠിച്ചു വെച്ച് അതങ്ങ് പ്രയോഗിച്ചാൽ മതി. ഏതാണ് ആ സൂത്രവാക്യം? b/4 √4a² - b². b/4 √4a² - b². ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് എ എന്നും ബി എന്നും ഒക്കെ കാണാമല്ലോ. എന്താണ് ഈ എ? എ എന്നാൽ തുല്യമായ രണ്ട് വശങ്ങളുണ്ടല്ലോ, അതിനെയാണ് എ എന്ന് പറയാം. ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യമല്ലാത്ത ഈ വശത്തിന്റെ നീളമാണ്. അത് ഇവിടെ പ്രയോഗിച്ചു നോക്കിയാൽ, ഈ സൂത്രവാക്യത്തിൽ പ്രയോഗിച്ചാൽ നമുക്ക് സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതുവരെ നമ്മൾ വിസ്തീർണത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഏരിയയെ കുറിച്ച്. ഇനി എങ്ങനെയാണ് ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക? എന്താണ് ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒരു ചിത്രം വരച്ചു നോക്കാം. ഇതൊരു ത്രികോണമാണ്. ഈ ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ഈ വശവും ഈ വശവും ഈ വശവും 3 വശം. ഈ 3 വശങ്ങളുടെയും അളവുകൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ, അതാണ് ചുറ്റളവ്. ഈ 3 വശങ്ങളുടെയും അളവുകൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ, അതാണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ. ഇത് സംബന്ധമായ നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് കേട്ടറ്റ് 2018 ഒക്ടോബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ അളവുകൾ 2.5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആയാൽ ചുറ്റളവ് ആകാവുന്നത്. ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നു: എ 10 സെന്റിമീറ്റർ, ബി 12.5 സെന്റിമീറ്റർ, സി 11 സെന്റിമീറ്റർ, ഡി 13 സെന്റിമീറ്റർ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് മനസ്സിൽ ചെയ്യാവുന്ന തന്നെ ഉള്ള ഒരു കണക്കാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക, അതിൻ്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും, ഒരു വശം മറ്റൊരു അളവായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ 2 വശങ്ങളുടെ അളവുകൾ കൊടുത്തിരിക്കുന്നു.
ഒരു വശത്തിൻ്റെ അളവ് 2.5 മറ്റൊരു വശത്തിൻ്റെ അളവ് 5 ആണ്. അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക, രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ഒന്നുകിൽ 2.5 2.5 5 അല്ലെങ്കിൽ 5 5 2.5 സമപാർശ്വ ത്രികോണമാണല്ലോ. അപ്പോൾ ഇതിവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ചിത്രം തന്നെ നമുക്ക് കാണാം, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഇവിടെ 2.5 5 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് 5 ഇത് 5, ഇവിടെ ബേസ് 2.5 ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ 2.5 2.5 5 എന്നും ആവാം. നമ്മൾ വരച്ചു നോക്കിയാൽ, ഈ പറഞ്ഞ അളവൊന്ന് മനസ്സിൽ വരച്ചു നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. ഇവിടെ ബേസ് നമ്മൾ 5 വരച്ചു എന്ന് സങ്കല്പിക്കാം. പിന്നെ 2.5 2.5 സൈഡ് വരക്കണം. ഇങ്ങനെ 2.5 2.5 സൈഡ് വരക്കണമല്ലോ. ഈ വരച്ചത് അത്ര കൃത്യമല്ല, എന്നാലും സങ്കല്പിക്കാം. അപ്പോൾ ഇതും 2.5 ആയിരിക്കുമോ? ഇവിടെ ബേസ് 5 ആണെങ്കിൽ അല്ല. പിന്നെ നമുക്കൊരു 2.5 2.5 വരക്കണമെങ്കിൽ ഇങ്ങനെ മാത്രമേ വരക്കാൻ പറ്റൂ. കാരണം 2.5 2.5 കൂട്ടിയാൽ പിന്നെ 5 ആണ് അല്ലേ. 5 ബേസ് 5 ആണെങ്കിൽ പിന്നെ 2.5 2.5 കൂട്ടിയാൽ 5 ആണ്. അപ്പോൾ അതൊരിക്കലും ഇങ്ങനെ ഈ രൂപത്തിൽ വരക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ബേസ് 2.5 ആയിരിക്കും, വശങ്ങളായിരിക്കും 5 5. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇത് 5 ഇത് 5 ഇത് 2.5 അങ്ങനെ വരും. അതുകൊണ്ട് 5 5 2.5 അല്ലേ, ഇതാണ് ഉണ്ടാവുക. അത് കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 5 5 10 12.5. അപ്പോൾ 12.5 എന്നാണ് ഉത്തരം ഉണ്ടാവുക. മനസ്സിലായല്ലോ? ഇനി 2016 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യം. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ 11 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററുമാണ്. ത്രികോണത്തിന്റെ ചുറ്റളവ് ആകാവുന്നത് എ 13 സെന്റിമീറ്റർ, ബി 23 സെന്റിമീറ്റർ, സി 22 സെന്റിമീറ്റർ, ഡി 30 സെന്റിമീറ്റർ. ഇതൊക്കെ മനസ്സിൽ എളുപ്പത്തിൽ ചെയ്യാം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. 3 വശങ്ങളുടെ അളവുകൾ കൂട്ടി കിട്ടുന്നതാണ് ചുറ്റളവ്. ഇവിടെ രണ്ട് വശങ്ങളുടെ അളവാ തന്നത്, 11 1 ഇനി ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്ഷനുകൾ നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എ ആണോ നോക്കുക. 13 സെന്റിമീറ്റർ ചുറ്റളവ് ആകാൻ സാധിക്കുമോ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശം കൂടി കൂട്ടിയാൽ 13 വരണം. ഇവിടെ 11 1 ഉണ്ട്. അപ്പോൾ 11 1 കൂട്ടിയാൽ 12 ആയി. അപ്പോൾ മൂന്നാമത്തെ വശത്തിൻ്റെതും 1 ആവണം, എങ്കിലേ 13 ആവും. 11 1 1. അങ്ങനെ നമുക്കൊരു ഇത് വരയ്ക്കാൻ സാധിക്കുമോ? ഒരു ത്രികോണം വരയ്ക്കാൻ സാധിക്കുമോ? അപ്പോൾ അതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും, 1 1. ഓക്കെ. പക്ഷേ ബേസ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കേണ്ടി വരും? ഇങ്ങനെ നീട്ടി വരയ്ക്കേണ്ടി വരും. 11 സെന്റിമീറ്റർ ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു ത്രികോണം ഉണ്ടാവില്ല. അപ്പോൾ എ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. ബി പറ്റോ? 23 സെന്റിമീറ്റർ. 23 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വശങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? 11 11 22, പിന്നെ 1 സെന്റിമീറ്റർ ബേസ് 23. അങ്ങനെ ആകാമല്ലോ. അപ്പോൾ ബേസ് 1 സെന്റിമീറ്റർ വരയ്ക്കുക, പിന്നെ ഒരു വശം 11 വരക്കാം, മറ്റേ വശവും 11 വരക്കാം. അപ്പോൾ അത് പറ്റും. അപ്പോൾ ബി എന്ന ഓപ്ഷൻ ചുറ്റളവ് ആകാവുന്നതാണ്, 23 സെന്റിമീറ്റർ. അപ്പോൾ അതാണ് ശരി. ഇനി മറ്റൊരു ചോദ്യം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശം 6 സെന്റിമീറ്റർ. അപ്പോൾ സമപാർശ്വ ത്രികോണത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കല്ലോ, ആ വശങ്ങളെ കുറിച്ചല്ല. തുല്യമല്ലാത്ത മൂന്നാമതൊരു വശം ഉണ്ടല്ലോ, ആ വശം 6 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിൻ്റെ നീളം എത്ര? എ 5 സെന്റിമീറ്റർ, ബി 6 സെന്റിമീറ്റർ, സി 7 സെന്റിമീറ്റർ, ഡി 8 സെന്റിമീറ്റർ. ഇതെന്താ ഈ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് ചിത്രം വരച്ചു നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിന് ഈ വശവും തുല്യമായിരിക്കും. ഈ വശം മറ്റൊരു നമ്പർ ആയിരിക്കും. ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്, അത് 6 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ചുറ്റളവാണ് ഇവിടെ തന്നിരിക്കുന്നത്, അത് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. എന്താണ് ചുറ്റളവ്? ഈ 3 വശങ്ങളുടെയും അളവുകൾ കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്. അതാണ് 20 സെന്റിമീറ്റർ.
പക്ഷേ ഈ രണ്ട് വശങ്ങളുടേത് നമുക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എ എന്ന് എഴുതാം. എ ആണത്. യെസ്. അപ്പോൾ എന്താണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ എയും രണ്ടാമത്തെ എയും പിന്നെ മൂന്നാമത്തെ വശം അതെത്രയാണ്? 6. അത് കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്, അഥവാ 20 സെൻറ്റിമീറ്റർ ആണത്. ഇനി ഇതിനെ നമുക്ക് ചെയ്തു നോക്കാം. എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എത്ര? 2a പ്ലസ് 6 ഈക്വൽ ടു 20. ഇനി 2a എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ 6നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 20 മൈനസ് 6 പ്ലസ് 6 എന്നത് അവിടെ എത്തുമ്പോൾ മൈനസ് 6 എന്നാവും. അപ്പോൾ 2a എത്രയാണ്? അപ്പോൾ 20 6 കുറച്ചാൽ എത്രയാണ്? 14. 2a 14 അപ്പോൾ എ എത്രയായിരിക്കും? അപ്പോൾ 14/2. 2a 14 ആണെങ്കിൽ ഒരു എ എത്രയായിരിക്കും? 7 ആയിരിക്കും. യെസ്. അപ്പോൾ 7 എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഈ വശം 7 ആണ്, ഈ വശവും 7 ആണ്. ഇതാണ്. അപ്പോൾ 20 കിട്ടുമോ നോക്കാം. 7 7 14 6 20 കിട്ടി. അപ്പോൾ 7 എന്നതാണ് ഉത്തരം. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ത്രികോണം സംബന്ധമായിട്ടുള്ള അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവ പരിശോധിക്കുന്ന വിധത്തിൽ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു മട്ട ത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ ആകാൻ സാധ്യതയില്ലാത്തവ ഏതാണ്? ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മട്ട ത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ ആകാൻ സാധ്യതയില്ലാത്തവ ഏതാണ്? എ 45 45, ബി 60 30, സി 20 80, ഡി 20 70. അപ്പോൾ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് വരച്ചു നോക്കാം. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് മട്ട ത്രികോണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 90 ഡിഗ്രി. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ത്രികോണത്തിൽ 3 കോണുകളാണ് ഉണ്ടാവുക അല്ലേ? ഇവിടെ ഒരു കോണുണ്ടാവും, ഇവിടെയും ഒരു കോണുണ്ടാവും. ഈ 3 കോണുകളും കൂടി കൂട്ടിയാൽ എത്രയാണ് ഉണ്ടാവുക? 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. നമുക്കറിയാം. അപ്പോൾ ഒരു കോണ് 90 ഡിഗ്രി ആയി കഴിഞ്ഞു. ഇനി മറ്റേ 2 കോണുകളും കൂട്ടിയാൽ എത്ര കിട്ടണം? 90 കിട്ടണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. യെസ്. അപ്പോൾ ആ 2 കോണുകളുടെ അളവാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു മട്ട ത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ ആകാൻ സാധ്യത ഇല്ലാത്തവ ഏതാണ്? 45 45 അത് പറ്റുമോ? 45 45 പറ്റുമോ? 45 45 കൂട്ടിയാൽ 90 ആണ്. ഒരു കോണ് 90 തന്നെയാണ്. അപ്പോൾ 90 90 180. ഓക്കെ, അത് പറ്റും. 60 30 60 30 കൂട്ടിയാൽ 90 ആണ്. പിന്നെ 90 ഡിഗ്രിയുടെ മറ്റേ കോണുള്ളത് കൊണ്ട് ഓക്കെ, ഇത് ആകാവുന്നതാണ്. ഇവ രണ്ടും ആകാവുന്നതാണ്. ഇനി 20 80 ഇത് പറ്റും. 20 80 20 80 കൂടിയാൽ 100 ഓൾറെഡി അവിടെ 90 ഡിഗ്രിയുള്ള മറ്റൊരു കോണുണ്ട്. അപ്പോൾ 3 കോണുകളും കൂട്ടിയാൽ 190 പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ 3 കോണും കൂടി കൂട്ടിയാൽ 180 വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതാണ് ആ 2 കോണുകളുടെ അളവുകളാകാൻ സാധ്യതയില്ലാത്തവ. അപ്പോൾ സി ആണ് ഉത്തരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമം ഇതാണ്. ഇത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു മട്ട ത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. മറ്റ് 2 കോണുകളുടെ തുകയും 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ മൊത്തം 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഒരു PSC പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു ന്യൂനകോണിന്റെ അളവ് 30 ഡിഗ്രി ആയാൽ മറ്റേ ന്യൂനകോണിന്റെ അളവ് എത്രയായിരിക്കും? എ 30 ഡിഗ്രി, ബി 60 ഡിഗ്രി, സി 90 ഡിഗ്രി, ഡി 180 ഡിഗ്രി. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ ഒരു കോണിന്റെ അളവ് തന്നിരിക്കുന്നു 30 ഡിഗ്രി. ഒരു കോണിന്റെ അളവേ ഇവിടെ അളവായിട്ട് തന്നിട്ടുള്ളൂ എങ്കിലും 2 കോണുകളുടെ അളവ് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതൊരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണത്തിന്റെ ഒരു കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണല്ലോ മട്ട ത്രികോണം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രിയാണ്. രണ്ടാമത്തെ കോണിന്റെ അളവ് 30 ഡിഗ്രിയാണ്. അപ്പോൾ 90 30 കൂട്ടിയാൽ എത്ര? 120 ആയി.
3 കോണുകളും കൂടി കൂട്ടിയാൽ 180 വേണ്ടത്. അപ്പോൾ 180 ആവാൻ ഇനി എത്ര വേണം? 60 കൂടി വേണം. അപ്പോൾ ബി എന്ന ഓപ്ഷൻ 60 ഡിഗ്രി എന്നതാണ് ഉത്തരം. അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം.